നമസ്കാരം, ഏവർക്കും ക്രിക്ക് വേൾഡിലേക്ക് സ്വാഗതം. മത്സരശേഷമുള്ള വിശകലനമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നലെ നടന്ന ഏഷ്യ കപ്പ് ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ മത്സരം. ഒരു ഫൈനൽ മത്സരത്തിന് വേണ്ട എല്ലാവിധ വീറും വാശിയുമാണ് ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്നത്. ആദ്യം തന്നെ ഇന്ത്യയുടെ പ്ലേയിങ് 11 എടുക്കുമ്പോൾ വെറും ഒരേ ഒരു പേസർ മാത്രമാണ് ഉണ്ടായിരുന്നത്. പരിക്ക് മൂലം ഹാർദിക് പാണ്ഡ്യക്ക് ഇന്നലെ കളിക്കാൻ കഴിഞ്ഞിട്ടില്ല. റിങ്കു സിംഗ് ആണ് ഹാർദിക് പാണ്ഡ്യക്ക് പകരം പ്ലേയിങ് 11 സ്ഥാനം പിടിച്ചത്. ടോസ് നേടി ഇന്ത്യ പാകിസ്ഥാന്റെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ തീരുമാനം തെറ്റായി പോയി എന്ന് തോന്നിക്കും വിധത്തിലാണ് പാകിസ്ഥാൻ ഓപ്പണർമാർ ബാറ്റ് ചെയ്തത്. നല്ല ഒരു മികച്ച തുടക്കം തന്നെയാണ് സാഹിബ്സാദ ഫർഹാനും ഫഖർ സമാനും കൂടി പാകിസ്ഥാന് കൊടുത്തത്. അവസാനം 9.4 ഓവറിൽ സാഹിബ്സാദ ഫർഹാനാണ് ഫസ്റ്റ് വിക്കറ്റ് നഷ്ടമായത്. അപ്പോൾ 38 ബോളിൽ 57 റണ്ണാണ് ഫർഹാൻ നേടിയിരുന്നത്. എന്നാൽ അതിനുശേഷം വന്ന സാം അയ്യൂബ് 11 ബോളിൽ 14 റണ്ണ്. അതിനുശേഷം വന്ന ഒരു പാകിസ്ഥാൻ ബാറ്റ്സ്മാൻമാർക്ക് ഇന്നലെ രണ്ടക്കം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മുഹമ്മദ് ഹാരിസ് 0, സൽമാൻ അഹ 8 റണ്ണ്, ഹുസൈൻ തലാത്ത് 1 റണ്ണ്, മുഹമ്മദ് നവാസ് 6, ഷഹീൻ അഫ്രീദി 0, ഫഹീം അഷ്റഫ് 0, ഹാരിസ് റൌഫ് 6, അബ്രാർ അഹമ്മദ് 1 റണ്ണ്. ഇതാണ് പാകിസ്ഥാൻ ബാറ്റ്സ്മാൻമാരുടെ സ്കോർ ഉണ്ടായിരുന്നത്. ഇന്ത്യൻ നിരയിലാകട്ടെ കുൽദീപ് യാദവ് 4 വിക്കറ്റ് നേടിയപ്പോൾ അക്സർ പട്ടേൽ, വരുൺ ചക്രവർത്തി, ബുംറ ഈ 2 വിക്കറ്റ് വീതം നേടി. അവസാനം 19.1 ഓവറിൽ 146 റണ്ണാണ് പാകിസ്ഥാൻ നേടിയത്. ഒരു വേളയിൽ 180 to 200 വരെ പാകിസ്ഥാൻ നേടും എന്ന് തോന്നിക്കുന്ന വിധത്തിലാണ് പാകിസ്ഥാന്റെ സ്കോറിംഗ് ഉണ്ടായിരുന്നത്. എന്നാൽ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യക്കും കാര്യങ്ങൾ അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. ഓപ്പണിംഗിൽ അഭിഷേക് ശർമ്മ 6 ബോളിൽ 5 റണ്ണുമായി മടങ്ങി. ശേഷം വന്ന ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് വെറും 1 റണ്ണുമായി മടങ്ങി. ഒരവസരം ലഭിച്ച ശുഭ്മാൻ ഗിൽ 10 ബോളിൽ 12 റണ്ണുമായി മടങ്ങിയപ്പോൾ ഇന്ത്യൻ സ്കോർ നില 4 ഓവറിൽ 20 റണ്ണിന് 3 വിക്കറ്റ് നഷ്ടപ്പെട്ട നിലയിലായിരുന്നു. ഒരു വമ്പൻ പരാജയം തന്നെ മുന്നിൽ കണ്ടു നിൽക്കുന്ന അവസരത്തിലാണ് മലയാള താരം സഞ്ജു സാംസണും ഇന്ത്യയുടെ മിഡിൽ ബാറ്റ്സ്മാൻ വിശ്വസ്തനായി തിലക് വർമ്മയും കൂടി നല്ലൊരു പാർട്ണർഷിപ്പ് നേടിക്കൊണ്ട് ഇന്ത്യയെ വിജയസാധ്യതയിലേക്ക് വീണ്ടും കൊണ്ടുവന്നു. 21 ബോളിൽ 24 റണ്ണാണ് സഞ്ജു സാംസൺ നേടിയത്. അതിനിടയിൽ സഞ്ജുവിൻ്റെ ഒരു ക്യാച്ച് മിസ്സായിരുന്നു. അതിനുശേഷം വന്ന ശിവൻ ദൂബെ 22 ബോളിൽ 33 റണ്ണ് നേടിയപ്പോൾ 2 ബൗണ്ടറിയും 2 സിക്സും അതിൽ ഉൾപ്പെടും. 19ാമത്തെ ലാസ്റ്റ് ബോളിൽ ശിവൻ ദൂബെ ഔട്ടായി. അതിനുശേഷം അവസാന ഓവറിൽ തിലക് വർമ്മയും റിങ്കു സിംഗും കൂടി ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിച്ചു. 6 ബോളിൽ 10 റണ്ണാണ് അവസാനം ഇന്ത്യക്ക് വിജയത്തിന് ആവശ്യമുണ്ടായിരുന്നത്. അതിൽ ഒരു ബൗണ്ടറി നേടിക്കൊണ്ട് റിങ്കു സിംഗ് എന്തോ ഈ ഏഷ്യ കപ്പിലെ ആദ്യ ബോളാണ് റിങ്കു സിംഗ് ഇന്നലെ നേരിടുന്നത്. അത് റിങ്കു സിംഗിനെ വിജയത്തിലേക്ക് നയിക്കാനും കഴിഞ്ഞു. 53 ബോളിൽ 69 റണ്ണുമായി തിലക് വർമ്മ കളിയിലെ താരമായി. അഭിഷേക് ശർമ്മ പ്ലെയർ ഓഫ് ദി സീരീസും നേടിക്കൊണ്ട് ഇന്ത്യ ഇന്നലെ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് ഏഷ്യയിലെ രാജാക്കന്മാർ